നമസ്കാരം. ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് പിടികൂടിയത് വയനാട്ടിലെ ഫാം ഹൗസിന് മുന്നിലെ തേയിലത്തോട്ടത്തിൽ വെച്ച്. ബോബി ഒളിവിൽ പോകാതിരിക്കാനായി എറണാകുളം സെൻട്രൽ പോലീസ് പുലർച്ചെ 4 മണി മുതൽ കാത്തു നിൽക്കുകയായിരുന്നു. ഫാം ഹൗസിന് പുറത്തേക്ക് പോകാൻ ബോബി ചെമ്മണ്ണൂർ കാറിൽ വരുമ്പോൾ പോലീസ് വളഞ്ഞിട്ട് പിടികൂടുകയായിരുന്നു. തേയിലത്തോട്ടത്തിന് നടുവിലൂടെയുള്ള റോഡിൽ വെച്ചാണ് പോലീസ് സംഘം ബോബിയെ കസ്റ്റഡിയിലെടുത്തത്. നടി ഹണി റോസിന്റെ പരാതിയിലാണ് വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. പ്രതിയുടെ വാഹനത്തിന് കുറുകെ വാഹനമിട്ട് വാഹനത്തിൽ നിന്ന് വിളിച്ചിറക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു. കേസിൽ മുൻകൂർ ജാമ്യം നേടാനുള്ള ശ്രമത്തിനിടയിലാണ് ബോബി കസ്റ്റഡിയിലായിരിക്കുന്നത്. കോയമ്പത്തൂരിൽ ജ്വല്ലറിയുടെ ഉദ്ഘാടനം ബോബിയും നടി ഹാൻസികയും ചേർന്ന് നടത്താനിരിക്കെയാണ് പിടി വീണത്. ബോബി കസ്റ്റഡിയിലായിട്ടും കോയമ്പത്തൂരിൽ ജ്വല്ലറി ഉദ്ഘാടനം നടന്നു. സ്വന്തം വാഹനത്തിൽ വരാമെന്ന് പറഞ്ഞെങ്കിലും പോലീസ് അത് സമ്മതിച്ചില്ല. കൊച്ചി പോലീസിന്റെ വാഹനത്തിൽ തന്നെയാണ് പ്രതിയെ കൊച്ചി സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നത്. 8 മണിക്ക് മുമ്പ് എത്തിച്ചേരുമെന്നാണ് വിവരം. വിശദമായി ചോദ്യം ചെയ്യും. ഹണി റോസിന്റെ രഹസ്യമൊഴി കൂടി രേഖപ്പെടുത്തും. ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റ് ഉടൻ തന്നെ രേഖപ്പെടുത്തുമെന്ന് കൊച്ചി DCP അശ്വതി ജിജി അറിയിച്ചു. ബോബിക്കെതിരെ മറ്റ് പരാതികളുള്ളതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. കൊച്ചിയിലെ അഭിഭാഷകരുമായി മുൻകൂർ ജാമ്യ ഹർജിയെക്കുറിച്ച് ബോബി ചെമ്മണ്ണൂർ ആലോചന നടത്തിയിരുന്നു. സോഷ്യൽ മീഡിയയിലൂടെ ഖേദപ്രകടനം നടത്താനായിരുന്നു നീക്കം. AR ക്യാമ്പിലെത്തിയ ശേഷം ഇദ്ദേഹത്തെ കൊച്ചിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. പരാതിക്കൊപ്പം ഡിജിറ്റൽ തെളിവുകളും ഹണി റോസ് ഹാജരാക്കിയിരുന്നു. ഹണി റോസിന്റെ പരാതികളിൽ മതിയായ തെളിവുകളുണ്ടെന്ന് എറണാകുളം DCP അശ്വതി ജിജി വ്യക്തമാക്കി. ഇതൊരു നേട്ടം തന്നെയാണ്. എറണാകുളം സെൻട്രൽ ACPയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തത്. ഹണി റോസിന്റെ പരാതി ലഭിച്ചതിന് പിന്നാലെ ബോബി ചെമ്മണ്ണൂരിനെ നിരീക്ഷിച്ചു വരികയായിരുന്നു. സമൂഹ മാധ്യമങ്ങളിലൂടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്നവർക്കുള്ള പാഠമാണിത്. ഹണി റോസിനെതിരായി മോശം കമന്റുകൾ പോസ്റ്റ് ചെയ്തവരെ തിരിച്ചറിയാനുള്ള അന്വേഷണം നടക്കുകയാണെന്ന് എറണാകുളം DCP വ്യക്തമാക്കി. വയനാട് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ഇവിടെ നിന്നുള്ള ഡാൻസ് ഓഫ് സ്ക്വാഡ് അംഗങ്ങളാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ സഹായത്തിനുണ്ടായിരുന്നത്. മേപ്പാടി ചൂരൽമല ഭാഗത്തേക്ക് പോകുന്ന വഴിയിലാണ് ബോബിയുടെ ഫാം ഹൗസ് സ്ഥിതി ചെയ്യുന്നത്. തേയില എസ്റ്റേറ്റാണിത്. 2 വർഷം മുൻപ് അദ്ദേഹം വാങ്ങിയ ഇവിടെ ടൂറിസം പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. അതേസമയം ബോബി ചെമ്മണ്ണൂരിനെതിരായ ലൈംഗിക അധിക്ഷേപ പരാതിയിൽ ഹണി റോസിന് പിന്തുണയുമായി സാങ്കേതിക വിദഗ്ധരുടെ കൂട്ടായ്മയായ ഫെഫ്കെയും രംഗത്ത് വന്നിട്ടുണ്ട്. അമ്മയും WCCയും നേരത്തെ തന്നെ ഹണിക്ക് പിന്തുണ അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഫെഫ്കെയും താരത്തിന് ഇപ്പോൾ പിന്തുണ അറിയിച്ചിരിക്കുന്നത്. നടി തുടങ്ങി വെച്ചിരിക്കുന്ന ധീരമായ പോരാട്ടത്തിന് പിന്തുണ അറിയിക്കുന്നതായും സൈബർ ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെയുള്ള കൂട്ടായ പ്രതിരോധത്തിന്റെ നാന്ദിയാണ് ഈ കാണുന്നതെന്നും ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ഫെഫ്ക വ്യക്തമാക്കി. ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തക ഹണി റോസ് തുടങ്ങി വെച്ചിരിക്കുന്ന ധീരമായ പോരാട്ടത്തിന് ഫെഫ്കയുടെ പിന്തുണ അറിയിക്കുന്നു. ഹണി റോസിന്റെ നിശ്ചയദാർഢ്യവും ഉറപ്പുള്ള നിലപാടും സൈബർ ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെയുള്ള കൂട്ടായ പ്രതിരോധത്തിന്റെ നാന്ദിയായി ഞങ്ങൾ കാണുന്നു. ഹണി റോസിന് അഭിവാദ്യങ്ങളെന്ന് ഫേസ്ബുക്കിൽ കുറിച്ചു. സ്ത്രീകൾക്ക് നേരെ അശ്ലീല പരാമർശം നടത്തുക, അത്തരം പരാമർശങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുക എന്നീ കുറ്റകൃത്യങ്ങളാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ബോബി ചെമ്മണ്ണൂർ തുടർച്ചയായി അശ്ലീല അധിക്ഷേപങ്ങൾ നടത്തിയെന്ന് കാട്ടി പരാതി നൽകിയ ശേഷം ഹണി റോസ് തന്നെയാണ് ഇത് സാമൂഹ്യ മാധ്യമത്തിലൂടെ വെളിപ്പെടുത്തിയത്. താങ്കളുടെ തന്നെ മാനസിക നിലയുള്ള കൂട്ടാളികൾക്കെതിരെയുള്ള പരാതികൾ പുറകെ ഉണ്ടാകും. താങ്കളുടെ പണത്തിന്റെ ഹുങ്കിൽ വിശ്വസിക്കൂ. ഞാൻ ഭാരതത്തിലെ നിയമവ്യവസ്ഥയുടെ ശക്തിയിൽ വിശ്വസിക്കുന്നുവെന്ന് അവർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. മാസങ്ങൾക്ക് മുൻപ് 2 ഷോപ്പുകളുടെ ഉദ്ഘാടനങ്ങൾക്ക് ഹണി വന്നിരുന്നുവെന്ന് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു. പോസിറ്റീവായി നടത്തിയ പരാമർശം കുറെ പേർ ദ്വയാർത്ഥത്തിൽ ഉപയോഗിച്ചതാണെന്നും അതിൽ വിഷമമുണ്ടെന്നും ബോബി പ്രതികരിച്ചിരുന്നു.